സഭാപ്രസംഗി അധ്യായം 9. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാനായിട്ട് ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ഇതെല്ലാം അതായത് നീതിമാന്മാരും ജ്ഞാനികളും അവരുടെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു എന്നുള്ള വസ്തുത തന്നെ ശോധന ചെയ്യുവാൻ ഞാൻ നിശ്ചയിച്ചു. സ്നേഹമാകട്ടെ ദോഷമാകട്ടെ ഒന്നും മനുഷ്യനറിയുന്നില്ല. സർവവും അവരുടെ മുമ്പിൽ തന്നെ ഇരിക്കുന്നു. എല്ലാവർക്കും എല്ലാം ഒരുപോലെ സംഭവിക്കുന്നു. നീതിമാനും ദുഷ്ടനും നല്ലവനും നിർമ്മലനും മലിനനും യാഗം കഴിക്കുന്നവനും യാഗം കഴിക്കാത്തവനും ഒരേ ഗതി വരുന്നു. പാപിയും നല്ലവനും ആണ പേടിക്കുന്നവനും ആണയിടുന്നവനും ഒരുപോലെയാകുന്നു. എല്ലാവർക്കും ഒരേ ഗതി വരുന്നു എന്നുള്ളത് സൂര്യൻ്റെ കീഴിൽ നടക്കുന്ന എല്ലാറ്റിലും ഓരോ തിന്മയത്രേ. മനുഷ്യരുടെ ഹൃദയത്തിൽ തിന്മ നിറഞ്ഞിരിക്കുന്നു. ജീവപര്യന്തം അവരുടെ ഹൃദയത്തിൽ അശുദ്ധത പകർച്ചയുണ്ട്. അതിൻ്റെ ശേഷമോ അവർ മരിച്ചവരുടെ അടുക്കിലേക്ക് പോകുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവനെല്ലാം പ്രത്യാശയുണ്ട്. ചത്ത സിംഹത്തേക്കാൾ ജീവനുള്ള നായി നല്ലതല്ലോ. ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കും എന്നറിയുന്നു. മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. മേലാലവർക്കു പ്രതിഫലവും ഇല്ല. ഇവരെ കുറിച്ചുള്ള ഓർമ്മയില്ലാതായി. അവരുടെ സ്നേഹവും ദോഷവും അസൂയയും നശിച്ചുപോയി. സൂര്യന് കീഴേ നടക്കുന്ന യാതൊന്നിലും അവർക്ക് ഇനി ഓഹരിയില്ല. നീ ചെന്ന് സന്തോഷത്തോടുകൂടെ അപ്പം തിന്നുക, ആനന്ദ ഹൃദയത്തോടെ വീഞ്ഞു കുടിക്കുക. ദൈവം നിന്റെ പ്രവൃത്തികളിൽ പ്രസാദിച്ചിരിക്കുന്നുവല്ലോ. നിന്റെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കട്ടെ. നിന്റെ തലയിൽ സുഗന്ധതൈലം കുറയാതിരിക്കട്ടെ. സൂര്യന് കീഴേ അവൻ നിനക്ക് നൽകിയിരിക്കുന്ന മായയായുള്ള ആയുഷ്കാലമെല്ലാം നീ സ്നേഹിക്കുന്ന ഭാര്യയോടുകൂടെ സുഖിച്ചുകൊള്ളുക. അതല്ലോ ഈ ആയുസ്സിലും സൂര്യൻ്റെ കീഴിൽ നീ ചെയ്യുന്ന പ്രയത്നത്തിലും നിനക്കുള്ള ഓഹരി ചെയ്യുവാൻ നിനക്ക് ഇടവരുന്നതെല്ലാം ശക്തിയോടെ ചെയ്യുക. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ ചിന്തയോ അറിവോ ജ്ഞാനമോ ഒന്നും ഇല്ല. പിന്നെയും ഞാൻ സൂര്യന് കീഴേ കണ്ടത് വേഗതയുള്ളവർ ഓട്ടത്തിലും വീരന്മാർ യുദ്ധത്തിലും ജയിക്കുന്നില്ല. ജ്ഞാനികൾക്ക് ആഹാരവും വിവേകികൾക്ക് സമ്പത്തും സാമർഥ്യമുള്ളവർക്ക് പ്രീതിയും ലഭിക്കുന്നില്ല. അവയ്ക്കെല്ലാം കാലവും സന്ദർഭവും ഉണ്ട്. മനുഷ്യൻ തൻ്റെ സമയം അറിയുന്നില്ലല്ലോ. വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെ പോലെയും കെണിയിലകപ്പെടുന്ന പക്ഷികളെ പോലെയും മനുഷ്യർ പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്ത് കെണിയിൽ കുടുങ്ങിപ്പോകുന്നു. ഞാൻ സൂര്യന് കീഴേ ഇങ്ങനെയും ജ്ഞാനം കണ്ടു. അത് എനിക്ക് വലുതായി തോന്നി. ചെറിയൊരു നഗരമുണ്ടായിരുന്നു. അതിൽ മനുഷ്യർ ചുരുക്കമായിരുന്നു. വലിയൊരു രാജാവ് അതിൻ്റെ നേരെ വന്നു അതിനെ നിരോധിച്ചു. അതിനെതിരെ വലിയ കൊത്തളങ്ങൾ പണിതു. എന്നാൽ അവിടെ സാധുവായൊരു ജ്ഞാനി പാർത്തിരുന്നു. അവൻ തൻ്റെ ജ്ഞാനത്താൽ നഗരത്തെ രക്ഷിച്ചു. എങ്കിലും
ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. ജ്ഞാനം ബലത്തേക്കാൾ നല്ലതു തന്നെ. എങ്കിലും സാധുവിൻ്റെ ജ്ഞാനം തുച്ഛീകരിക്കപ്പെടുന്നു. അവൻ്റെ വാക്കാരും വകവയ്ക്കുന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. മൂഢന്മാരുടെ ഇടയിൽ ഭരിക്കുന്നവൻ്റെ അട്ടഹാസത്തേക്കാൾ സാവധാനത്തിൽ പറയുന്ന ജ്ഞാനികളുടെ വചനങ്ങൾ അനുസരിക്കപ്പെടുന്നു. യുദ്ധായുധങ്ങളെക്കാളും ജ്ഞാനം നല്ലത്. എന്നാൽ ഒരൊറ്റ പാപം വളരെ നന്മ നശിപ്പിച്ചു കളയുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.